കാത്തിരിക്കുന്ന ആളാണ് ശ്രീ കുഞ്ചൻ സർ. അദ്ദേഹത്തെയും വീട്ടിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആർക്ക് മൈക്കിപ്പോ കൈമാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. To whom should I hand over the mic? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഈവനിങ്ങാണ്. ഞാൻ പറഞ്ഞില്ലേ, 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് ശ്രീ മമ്മൂട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായാലും കുടുംബപരമായാലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചടങ്ങ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് കിട്ടിയ പൈസയിൽ കുറച്ച് ഞാൻ കൊടുത്തു. എല്ലാ പടങ്ങളും മമ്മൂട്ടി കമ്പനി മുമ്പിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് മുമ്പ് കണ്ടെങ്കിൽ ഞാൻ രാത്രി വിളിച്ച് അഭിപ്രായം പറയാം. അപ്പൊ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടത്, സിനിമയുടെ പേര് ഓർമ്മയില്ല, നമ്മൾ ഇതെന്തോന്ന് മോശമായിരിക്കും പാട്ട്, ഒട്ടും ശരിയായില്ല മറുപടി. എടാ, നീ ഇപ്പോഴും ആ 75-80 വയലാർ മാഷ പാട്ട് കിടക്കട്ടെ. ഈ പുതിയ പിള്ളേര് പുതിയ തല പുതിയ ഐറ്റം തുടങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ, അവരെ കട്ട് പൊടിയടാ എന്നെ വഴക്കം. അപ്പൊ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിന്റെ ആൾക്കാരെല്ലാം ആ തുടിക്കുന്ന യുവനോ ആ യൂത്തിന്റെ അപ്പൊ ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു. കണ്ടാലറിയാം, എല്ലാം വലിയ തലകൾ തന്നെ ഇവരൊക്കെ. ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഇറക്കി കൊണ്ട് ഇറക്കിയില്ല പുതിയ മോഡലൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെ കുറിച്ച് വളരെ, എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. അപ്പൊ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പട്ടി വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് വരെ ആരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കും. അപ്പൊ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇതൊരു അതിഗംഭീര ഹിറ്റാവട്ടെ. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കും. അപ്പൊ അതിൽ സന്തോഷമുണ്ട്. വിനായകൻ, അദ്ദേഹത്തെ ചോട്ടാ മുംബൈയിൽ സംസാരിക്കണം വേണ്ടല്ലേ? അപ്പൊ അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരിടും. താങ്ക് യു. സുഹൃത്താണ്, പാട്ടുണ്ട്, അത് പറഞ്ഞാൽ മതി. പ്രിയമുള്ളവര്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണിയമ്പരാജ് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി തീർക്കുന്ന അതിൻ്റെ ദൈവഭാഗ്യം വേണം പറയാൻ. ഒരു നല്ല പടത്തിൽ അഭിനയിക്കുക ഇടവേളയ്ക്ക് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. ഞാനും ഓർമ്മ കാണിച്ചിട്ടില്ല. ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയിലെ പുതിയ തലമുറ, അത് എത്രയുണ്ട് ശരിയാണ് പ്രയോഗം എനിക്കറിയില്ല, എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അവർ ദൃശ്യഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ ഏറെ ചിത്രങ്ങളും ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു. ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ. എല്ലാവർക്കും വിജയാശംസകൾ. ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ. അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന്, അതിന്റെ പേരിൽ മമ്മൂട്ടി കമ്പനിയാണ്. നമ്മൾ ഈ കണ്ട സിനിമകളിലൂടെ, ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചതാണ്. ഇതിനും ആ ഗണത്തിൽപ്പെടട്ടെ. ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് പിറവിക്ക് കാരണമായി മമ്മൂക്കയുടെ കമ്പനി ഉണ്ടാവട്ടെ. നന്ദി. All the best, team Kalangavil. Thank you. All my members. Thank you. Yes, thank you so much, sir.